നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ സാമൂഹിക പ്രവർത്തകർ തയ്യാറാകണമെന്നും പാവപ്പെട്ട സാധാരണക്കാരുടെ ദൈന്യതയേറിയ വിഷയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുമ്പോഴേ യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകരാകാൻ കഴിയുള്ളൂവെന്നും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ദേശീയ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് പറഞ്ഞു. വളരെ സന്തോഷമുള്ളൊരു ദിനമാണ്. സ്വാഗതത്തിലും അധ്യക്ഷ സന്ദേശത്തിലും സൂചിപ്പിച്ചതുപോലെ ഒരാസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ജില്ലകളിലും ആസ്ഥാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കൂടി വരിക. പല ജില്ലകളിലുമുള്ള പ്രവർത്തകർ പറയുന്നുണ്ട്, കാരണം ഒരു ആസ്ഥാനമായി കഴിയുമ്പോൾ ജനങ്ങൾക്ക് വരുന്നതിനും അവരുടെ പ്രയാസങ്ങൾ നമ്മളോട് പറയുന്നതിനും കഴിയും. ഒരു മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇടപെടുന്നത് സംസാരിക്കുവാൻ ആളില്ലാത്തവർക്ക്, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി പ്രതിഷേധിക്കുവാൻ കഴിയാത്തവന് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മനുഷ്യാവകാശ സംഘടന. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, മതസംഘടനകളുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ശബ്ദമില്ലാത്ത മുഴുവൻ ആൾക്കാരുടെയും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ. നീതി നിഷേധിക്കപ്പെടുന്നവന് നീതി എത്തിക്കുക എന്നുള്ളതാണ്. അത് ഈ രാജ്യത്തിന്റെ വടക്കേ അറ്റത്ത് നമുക്കറിയാം. സംഘടനയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ കാളിക്കാവ് മുഖ്യാതിഥിയായി. വാഹിദ സിയെ ആലുവ, മനാഫ് താനൂർ, അബ്ദുൾ റഹീം പൂക്കത്ത്, മുസ്തഫാജി പുത്തന്തിരു, ബാബ ക്ലാരി, റഷീദ് തലക്കടത്തൂർ, കുഞ്ഞിമുഹമ്മദ് നടക്കാവ്, സി സൈനബ, അബ്ദുൽ മജീദ് മുല്ലഞ്ചേരി, അഷ്റഫ് കളത്തിങ്ങൽപ്പാറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ.